പുതിയ സിനിമേനെ റിലീസിന് വരുമ്പോഴത്തേക്കും എങ്ങനെ എക്സൈറ്റഡ് ആവാറുണ്ടോ? അതിന് എങ്ങനെ ആ പ്രോസസ്സൊക്കെ റിലീസ് ദിവസം ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവും, എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഡബിൾ ടെൻഷനാണ് ഞാൻ. എനിക്കങ്ങനെ എല്ലാ സിനിമയും ഇറങ്ങുമ്പോൾ എക്സൈറ്റഡ് ഒന്നും ആവാറില്ല. ഞാൻ ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ലല്ലോ. ബേസിലിനെ കുറിച്ചൊരു കമന്റ് പറയും. അത് വേണം. ഇതുപോലെ ചോദിച്ചു മറ്റേ റോൾ ചെയ്യുന്ന ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? കാറ്റടിച്ചപ്പോ മനസ്സിലായി. സന്തോഷായി, നല്ല സന്തോഷമായി. കാരണം ഇതെന്താണെന്ന് അറിയാം, ഈ സിനിമ കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ക്യാരക്ടർ ബേസിലിനല്ലാതെ നമുക്കിപ്പോൾ വേറൊരാളെ മനസ്സിൽ കാണാൻ പറ്റില്ല. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. വരണ്ടായിരുന്നു. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കാണ്. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നു. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ബേസിലൊരു മിടുക്കനല്ലേ, ഈ പൃഥ്വിരാജിനെ പോലെ വേറെ മിടുക്കനാ. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഞാനൊന്ന് പുകഴ്ത്തി പറഞ്ഞു. നീ കാത്തത് എന്റെ അഭിമാന. അങ്ങ് പൊങ്ങാതെ കണാരം കപ്പിത്താനെ. പണി അറിയാം, കളി അറിയാം, രണ്ടും അറിയാം. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടാ. ആളുകളുടെ മുമ്പിൽ വെച്ചാൽ നാണം കെടുത്തല്ലേ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഒരു നല്ല ഡയറക്ടറാണ്, ഇപ്പൊ നല്ലൊരു അഭിനേതാവാണെന്ന് തെളിയിച്ചു. അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഇതെല്ലാം സത്യമാണ്. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, നാളെ കാണാം.